ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷോറിംഗ് എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ഷോറിംഗ് ആൻഡ് അണ്ടർ പെയിൻറ്റിംഗ് എന്ന പോർഷനാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ലൈക്ക് കൂടെ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുക. ദെൻ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഷോറിംഗ് എന്താണെന്ന് നോക്കാം. ഷോറിംഗ് ആൻഡ് അണ്ടർ പെയിൻറ്റിംഗ് എന്ന പോർഷനെ പറ്റിയാണ് ഇന്നത്തെ ഈ ക്ലാസ്. ഷോറിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ സ്കഫോൾഡിങ് പഠിച്ചില്ലേ? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് 1.5 മീറ്ററിന് മുകളിലോട്ട് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പണി ചെയ്യുന്ന ആൾക്കും ആ ഒരു മെറ്റീരിയൽസിനും വേണ്ടിയുള്ള ഒരു ടെമ്പററി സപ്പോർട്ടിനെയാണ് എന്തോന്ന് പറയുന്നത്? ആ ടെമ്പററി സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് എന്തോന്ന് പറയുന്നത്? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ടെമ്പററി ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഷോറിംഗ് എന്ന് പറയുന്നത്. ആ ഷോറിംഗ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഇത് A എന്ന ബിൽഡിംഗ് ആണ്, അതുപോലെ ഇത് B എന്ന ബിൽഡിംഗ് ആണ്. ഇപ്പോൾ AB എന്ന ബിൽഡിംഗ് അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഒരേ സോയിൽ സ്ട്രേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ B എന്ന ബിൽഡിങ്ങിനെ എനിക്ക് പൊളിച്ചു മാറ്റണം. ഈ B എന്ന ബിൽഡിങ്ങിനെ പൊളിച്ച് മാറ്റണം. ഈ B എന്ന ബിൽഡിങ്ങിനെ പൊളിക്കുമ്പോൾ A എന്ന ബിൽഡിങ്ങിന് ഒരു കേടുപാടും വരാൻ പാടില്ല. അതായത് ഈ B എന്ന ബിൽഡിംഗ് നമ്മൾ പൊളിക്കുമ്പോഴാണ് വൈബ്രേഷൻ ലോഡ് കൊണ്ടോ എന്തെങ്കിലും അതുപോലുള്ള ലോഡ് കൊണ്ട് ഈ A എന്ന ബിൽഡിങ്ങിന് ഒരു ഡിഫക്റ്റ് വരാൻ പാടില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തോന്ന് പറയുന്നത്? ഷോറിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതൊരു റൂഫാണ്. ഓക്കെ, ഇതൊരു റൂഫാണെന്ന് കരുതുക. ഈ റൂഫിൽ നിന്ന് താഴോട്ട് വാളുണ്ട്. ഓക്കെ, ഇതൊരു വാള്, ദെൻ ലിൻഡൽ, ബാക്കി വാൾ പോർഷൻ ഉണ്ട്. ഇവിടെ ഈ റൂഫിൻ്റെ ലോഡ് ഈ വാള് വഴിയാണ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത്. അതായത് ഈ വാൾ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ബിയറിംഗ് വാളാണ്. ലോഡ് ബിയറിംഗ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് KVC അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെ ലോഡ് ബിയറിംഗ് വാളെന്ന് പറയുന്നു. അല്ല എങ്കിൽ എന്തോന്ന് പറയുന്നു? നമ്മൾ നോൺ ലോഡ് ബിയറിംഗ് വാളെന്ന് പറയുന്നു. ഈ കണ്ടീഷനിൽ ഈ വാളിന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഇത് ലോഡ് ബിയറിംഗ് വാളാണ്. ഈ വാളിൽ ഒരു ക്രാക്ക് സംഭവിച്ചെന്ന് വെച്ചോ, ഒരു ക്രാക്ക് സംഭവിച്ചു. സോ അതുകൊണ്ട് എനിക്ക് ഈ വാളിനെ റീബിൽഡ് ചെയ്യണം, പൊളിച്ച് മാറ്റിയിട്ട് വേറെ വാൾ നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. ഇവിടെ ഈ റൂഫുണ്ട്. ഈ റൂഫിന് വേറെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാതെ ഈ വാളിന് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഈ റൂഫിനും ഡാമേജ് സംഭവിക്കും. ഓക്കെ, അങ്ങനെ റൂഫിന് നമ്മൾ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂഫിന് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സപ്പോർട്ട് ഇവിടെ കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന വെർട്ടിക്കൽ സപ്പോർട്ടുകളെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനും എന്തോന്ന് പറയുന്നു? ഷോറിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ആദ്യത്തെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു ഇൻക്ലൈൻഡ് ആയിട്ടാണ് സപ്പോർട്ട് കൊടുത്തത്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് കൊടുത്തത്? വെർട്ടിക്കലായിട്ടാണ് സപ്പോർട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഷോറിങ്ങിൻ്റെ ടൈപ്സ് ആണത്. ഇൻക്ലൈൻഡ് ഷോറിംഗ് ഉണ്ട്, വെർട്ടിക്കൽ ഷോറിംഗ് ഉണ്ട്. വെർട്ടിക്കൽ ഷോറിംഗ് ഉണ്ടെങ്കിൽ എന്താണ്? ഹൊറിസോണ്ടൽ ഷോറിംഗും ഉണ്ട്. ഓക്കെ, ഷോറിങ്ങിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഷോറിങ്ങിൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഷോറിംഗ് കൊടുക്കുന്ന കണ്ടീഷൻ പറഞ്ഞു. കണ്ടീഷൻ ഏതൊക്കെയാണ്? AB എന്ന് പറയുന്ന അടുത്തടുത്ത ബിൽഡിംഗ് ആണ്. ഓക്കെ, അങ്ങനെ അടുത്തടുത്തുള്ള സ്ട്രക്ചറിനെ നമ്മൾക്ക് പൊളിച്ച് മാറ്റണമെങ്കിൽ നമുക്ക് പൊളിക്കാത്ത സ്ട്രക്ചറിന് കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് ഷോറിംഗ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു വാളിന് ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാളിനെ റീബിൽഡ് ചെയ്യണം. സോ ആ വാളിന് മുകളിലുള്ള സ്ട്രക്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തണം. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ വെർട്ടിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്കൊരു വാളിൽ ഒരു ലാർജ് ഓപ്പണിംഗ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, ഒരു വാളിൽ നമ്മൾ ലാർജ് ഓപ്പണിംഗ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു ഷോറിംഗ് എന്ന പ്രോസസ്സ്, ഷോറിംഗ് എന്ന ടെമ്പററി സ്ട്രക്ചർ നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് നോട്ട് നോക്കാടാ, നമുക്ക് താഴോട്ട് വരാം. ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോറിംഗ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ സ്ട്രക്ചർ ഹാസ് ടു ബി ടെമ്പററി സപ്പോർട്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഷോറിംഗ്. ഒരു സ്ട്രക്ചറിന് ടെമ്പററി ആയിട്ട് ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ആ പ്രോസസ്സിനെയാണ്, ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഷോറിംഗ് നമ്മൾ എങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു? അഡ്ജസൻറ്റ് സ്ട്രക്ചർ ഹാസ് ബീൻ ഡിസ്മാൻഡിൽഡ്.
അടുത്തടുത്ത സ്ട്രക്ചർ ഡിസ്മാൻറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഷോറിങ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ലാർജ് ഓപ്പണിംഗ് റിക്വയർഡ് ടു ബി മെയ്ഡ് ആൻ എസിസ്റ്റിംഗ് വാളിൽ നമുക്കൊരു ലാർജ് ഓപ്പണിംഗ് വേണമെങ്കിലും ആ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ഷോറിങ് എന്ന ടെമ്പററി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് വാൾ ഓഫ് ദ ബിൽഡിംഗ് ഹാസ് ടു ബി ഡിസ്മാൻറ്റിൽഡ് ആൻഡ് ടു ബി റീബിൽഡ്. ഡിഫക്റ്റീവ് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ച ഒരു വാളിനെ നമുക്ക് പൊളിച്ചു മാറ്റി റീബിൽഡ് ചെയ്യണമെങ്കിലും അങ്ങനത്തെ കണ്ടീഷനിലും ആ വാളിന് മുകളിലുള്ള സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ നമ്മൾ ഷോറിങ് എന്ന ടെമ്പററി സ്ട്രക്ചർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻക്ലൈൻഡ് ഷോറിങ് ഉണ്ടെന്ന് പറഞ്ഞു, വെർട്ടിക്കൽ ഷോറിങ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഷോറിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് ഷോറിങ്ങിന് ടൈപ്സ് ആണ്. നമുക്ക് ഇനി അടുത്ത ആ ഒരു ടൈപ്സാണ് നോക്കാനുള്ളതാണ്. ആദ്യത്തെ ടൈപ്പാണ് ഏത്? ഇൻക്ലൈൻഡ് ഷോറിങ്. ഓക്കെ, ഇൻക്ലൈൻഡ് ഷോറിങ് ആണ് ആദ്യത്തെ ടൈപ്പ്. നമുക്കത് ഫിഗർ നോക്കി പഠിക്കാം. ഓക്കെ, ഇതാണ് ഇൻക്ലൈൻഡ് ഷോറിങ്ങിൻ്റെ ഫിഗർ. ഓക്കെ, ഇതാണ് ഇൻക്ലൈൻഡ് ഷോറിങ്ങിൻ്റെ ഫിഗർ. ഇൻക്ലൈൻഡ് ഷോറിങ്ങിൽ ഞാൻ പറഞ്ഞു ഇതൊരു വാളാണ്. ഓക്കെ, ഈ ഒരു വാളിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വാളിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാളിനോട് ചേർന്ന് നമ്മളൊരു വെർട്ടിക്കൽ മെമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെമ്പറിനെയാണ് വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വാളിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു വാളിനോട് ചേർന്ന് ഒരു മെമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു വെർട്ടിക്കൽ മെമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ വാൾ പ്ലേറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് നീഡിലുണ്ട്. ഓക്കെ, വാളിൽ കണക്ട് ചെയ്തുകൊണ്ട് നീഡിലുണ്ട്. ഈ നീഡിൽ വാളിനകത്തോട്ട് 15 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തിരിക്കണം, അതായത് ടൈറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ നീഡിൽ വാളിനകത്തോട്ട് 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 mm പെനിട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ അങ്ങനെ നമ്മൾ വാൾ പ്ലേറ്റിനെ നമ്മൾ ഈ വാളിൽ ഉറപ്പിച്ച ശേഷം ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻക്ലൈൻഡ് സപ്പോർട്ട് ഈ നീഡിലിൻ്റെ അടിയിലത്തെ പോർഷൻ ടച്ച് ചെയ്ത് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് മെമ്പർ വയ്ക്കുന്നത്. ഈ ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? റാക്കർ എന്ന് പറയുന്നത്. സോ ഈ റാക്കർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇൻക്ലൈൻഡ് ഷോറിങ്ങിനെ നമ്മൾ റാക്കിംഗ് ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെന്നൊക്കെ പറയണത്, ഇവിടെ ഒരു വാളുണ്ട്. ഈ വാളിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ എന്ത് ചെയ്യും? ആദ്യം വാളിൽ ഒരു വാൾ പ്ലേറ്റ് നമ്മൾ കണക്ട് ചെയ്യും. വാൾ പ്ലേറ്റും വാളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നീഡിൽ നമ്മൾ യൂസ് ചെയ്യും. നീഡിൽ 15 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെ എന്തോന്ന് പറയുന്നു? റാക്കർ എന്ന് പറയുന്നു. ആ റാക്കർ നമ്മൾ ഈ നീഡിലിൻ്റെ അടിഭാഗത്തെ പോർഷൻ ടച്ച് ചെയ്യും. അതായത് വരച്ച് കാണിച്ചതിനാൽ ഇതൊരു വാളാണ്. ഓക്കെ, ഇതൊരു വാളാണ്. ദെൻ നമ്മൾ വാൾ പ്ലേറ്റ് കണക്ട് ചെയ്തു. ദെൻ നീഡിൽ നമ്മൾ കണക്ട് ചെയ്തു. ദെൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു റാക്കർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ നീഡിലിൻ്റെ അടിയിലത്തെ പോർഷനിലാണ് നമ്മൾ ഈ റാക്കർ സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഈ നീഡിലിന് ഇങ്ങനൊരു ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ടല്ലോ. അതായത് ഈ നീഡിൽ മുകളിലോട്ട് ഈ ഒരു സപ്പോർട്ട് കാരണം നീഡിൽ ഇങ്ങനെ പൊങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് കാരണം ഈ നീഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങാൻ സാധ്യതയുണ്ട്. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നീഡിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഒരു മെമ്പറോടെ കൊടുക്കും. ആ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? ക്ലീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തോന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതൊരു വോളാണ്. ഓക്കെ, ഇതൊരു വോളാണ്. വാളിൽ വാൾ പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാൾ പ്ലേറ്റും വാളുമായിട്ട് നീഡിൽ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നീഡിൽ 15 സെൻറ്റിമീറ്റർ വാളിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ഇൻക്ലൈൻഡ് മെമ്പർ നീഡിലിൻ്റെ അടിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഈ ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് റാക്കർ എന്ന് പറയുന്നു. ദെൻ നീഡിൽ ഇവിടെ നിന്ന് പൊങ്ങിപ്പോകാതിരിക്കണം, അതായത് നീഡിലിൻ്റെ ആ ഒരു കൗണ്ടർ ഓപ്ഷൻ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ക്ലീറ്റ് എന്നൊരു മെമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ ആയ റാക്കർ ഗ്രൗണ്ടിൽ നമ്മൾ സോൾ പീസ് എന്നൊരു പീസ് വച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് സോൾ പീസിന് പുറത്തായിരിക്കും ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പറായ റാക്കർ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു സോൾ പീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോൾ പീസിന് മുകളിൽ നിന്നായിരിക്കും ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പറായ റാക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഇൻക്ലൈൻഡ് മെമ്പറായ റാക്കറിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എത്രയാണ്? 45 മുതൽ 75 ഡിഗ്രി വരെയാണ്. ഓക്കെ, 45 മുതൽ 75 ഡിഗ്രി വരെയാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ. നമുക്ക് നോട്ട് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഷോറിങ്. ആദ്യത്തേതാണ് ഇൻക്ലൈൻഡ് ഷോറിങ് അല്ലെങ്കിൽ റാക്കിംഗ് ഷോർ എന്ന് പറഞ്ഞു.
യൂസ്ഡ് വെൻ അഡ്ജസൻറ്റ് ബിൽഡിംഗ് ഹാസ് ബീൻ ഡിസ്മാൻഡിൽഡ്. അടുത്തടുത്ത ബിൽഡിങ്ങിന് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോഴാണ് ഈ റാക്കിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോർ എന്ന് പറഞ്ഞു. ദെൻ അടുത്തെന്താണ് വാൾ പ്ലേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വാൾ പ്ലേറ്റ് ഒരു ഫിക്സ് ചെയ്യും, അതായത് നീഡിൽ വെച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ വാളിൽ നമ്മൾ വാൾ പ്ലേറ്റ് ഫിക്സ് ചെയ്യും. അത് എത്ര ആണ് അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്ററാണ് പെനിട്രേറ്റ് ചെയ്തിരിക്കേണ്ടത്? 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 പെനിട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇൻക്ലൈൻഡ് സപ്പോർട്ട് ആർ ഗിവൻ ടു ദ എക്സ്റ്റേണൽ വാൾ ഫ്രം ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ നമ്മളൊരു ഇൻക്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കും. ആ ഇൻക്ലൈൻഡ് സപ്പോർട്ടിനാണ് എന്തോന്ന് പറയുന്നത്? റാക്കർ എന്ന് പറയുന്നു. ആ റാക്കറിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 45 മുതൽ 75 ഡിഗ്രി വരെയാണ്. ദെൻ ഒരു കാര്യം, ഈ റൈഡർ റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിനൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ ആ റാക്കർ അത്രയും ലെങ്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഇതിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ്, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും ലെങ്തിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റാക്കറിന് അത്രയും സ്ട്രെങ്ത് കാണത്തില്ല. സോ അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു റൈഡർ റാക്കർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ റാക്കറിന് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു റൈഡർ റാക്കർ പ്രൊവൈഡ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ അടുത്ത സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ ഒരു റാക്കറിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തോന്ന് യൂസ് ചെയ്യുന്നത്? റൈഡർ റാക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈഡർ റാക്കേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് റാക്കർ. ദെൻ ഈ ലാർജ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിരിക്കും നമുക്കത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഏത്? ഈ റാക്കർ. ഓക്കെ, അപ്പം ഇൻക്ലൈൻഡ് ഷോറിങ് അല്ലെങ്കിൽ റാക്കിംഗ് ഷോർ എന്തോന്നൊക്കെ പറഞ്ഞു? നമ്മൾ അഡ്ജസൻറ്റ് ബിൽഡിംഗ്, അടുത്തടുത്ത ബിൽഡിങ്ങിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ റാക്കിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോറിങ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ വാളിൽ ഒരു വാൾ പ്ലേറ്റ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യും. ദെൻ വാൾ പ്ലേറ്റിനെ വാളുമായിട്ട് നീഡിൽ വെച്ചിട്ട് കണക്ട് ചെയ്യും. ആ നീഡിൽ എത്ര സെൻറ്റിമീറ്റർ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്തിരിക്കണം? 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 150 പെനിട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഗ്രൗണ്ടിൽ ഒരു സോൾ പീസ് വയ്ക്കും. സോൾ പീസിൽ നിന്നാണ് റാക്കർ വാളിലോട്ട് നമ്മൾ ആ ഒരു ഇൻക്ലൈൻഡ് മെമ്പറായ റാക്കർ നമ്മൾ വയ്ക്കുന്നത്. ആ റാക്കർ നീഡിലിൻ്റെ അടിഭാഗത്തായിട്ട് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ആ നീഡിലിൻ്റെ കൗണ്ടർ ആക്ഷൻ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ നീഡിലിൻ്റെ മുകളിൽ നമ്മൾ ക്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ആ റാക്കറിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? 45 മുതൽ 75 ഡിഗ്രി വരെയാണ്. ദെൻ നമ്മൾ ആ റാക്കിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റൈഡർ റാക്കർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത്രയാണ് ഈ റാക്കിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോറിങ്ങിന് പഠിക്കാനുള്ളത്. ദെൻ അടുത്തതാണ് ഏതാ? ഹൊറിസോണ്ടൽ ഷോറിങ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഷോറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലൈയിങ്. ഓക്കെ, ഫ്ലൈയിങ് ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഷോറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലൈയിങ് ഷോർ. ഓക്കെ, ഇതാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ഷോർ. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഇതൊരു ബിൽഡിംഗ് ആണ്. ദെൻ അതുപോലെ ഇതൊരു ബിൽഡിംഗ് ആണ്, ഇതൊരു ബിൽഡിംഗ് ആണ്. എനിക്ക് ഈ നടുക്കുള്ള ബിൽഡിങ്ങിനെയാണ് പൊളിക്കേണ്ടത്. അതാണ് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ബിൽഡിങ്ങിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോഴാണ് ഹൊറിസോണ്ടൽ ഷോറിങ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷോർ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ബിൽഡിങ്ങിനെയാണ് പൊളിക്കേണ്ടത്. ഈ ബിൽഡിങ് നമ്മൾ മുകളിൽ നിന്നായിരിക്കും പൊളിച്ച് വരുന്നത്, അല്ലേ? സോ മുകളിൽ നിന്ന് പൊളിച്ച് വരുമ്പോഴേ നമ്മൾ സപ്പോർട്ട് കൊടുക്കാറില്ല. ഈ മുകളിൽ നിന്ന് പൊളിച്ച് വന്ന് ഗ്രൗണ്ട് ലെവലിനോട്ട് ഏകദേശം അടുക്കാറാവുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ബിൽഡിങ്ങിന്, അതായത് ഈ വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ ആണെങ്കിൽ, 9 മീറ്റർ വരെയാണെങ്കിൽ നമ്മളവിടെ സിംഗിൾ ഫ്ലൈയിങ് ഷോറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ഫ്ലൈയിങ് ഷോറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇതൊരു സിംഗിൾ ഷോറിങ് ആണ്. സോ നമ്മൾ പറഞ്ഞു ഈ വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ വരെയാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫ്ലൈയിങ് ഷോറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് 9 മുതൽ 12 മീറ്റർ വരെയാണെങ്കിൽ നമ്മളവിടെ ഡബിൾ ഫ്ലൈയിങ് ഷോറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെടാ നമ്മൾ ഡബിൾ ഫ്ലൈയിങ് ഷോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുമ്പോഴാണ് ഫ്ലൈയിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈയിങ് എന്ന മെമ്പർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്ലൈയിങ് അല്ലെങ്കിൽ ഫ്ലൈയിങ് എന്നൊരു പേരുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ഷോറിങ്ങിന് വന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഈ ഒരു ഇൻക്ലൈൻഡ് മെമ്പറാണ് സ്ട്രട്ട്. ഈ സ്ട്രട്ടിനെ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്, ആ മെമ്പറിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ സ്ട്രെയിനിങ് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഷോറിങ് പാർട്സ് ഏതൊക്കെയാണ്? ഇതിന് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് നമ്മൾ സ്ട്രട്ട് എന്ന് പറയുന്നു. ഈ സ്ട്രട്ടിന് ഇവിടെ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷനാണ്, അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ
സ്ട്രെയിനിങ് പീസ് എന്ന് പറയുന്നു. ഓക്കെ, സ്ട്രെയിനിങ് പീസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ സ്ട്രട്ടിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ്? സ്ട്രട്ടിൻ്റെ ഇൻക്ലിനേഷൻ വരുന്നത് 45 മുതൽ 60 ഡിഗ്രിയാണ്. ഓക്കെ, സ്ട്രട്ടിൻ്റെ ഇൻക്ലിനേഷൻ വരുന്നത് 45 മുതൽ 60 ഡിഗ്രിയാണ്. ഇതിന് തിക്നെസ് ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ നോട്ടിലേക്ക് വരാം. ഓക്കെ, ഫ്ലൈയിങ് ഓർ ഹൊറിസോണ്ടൽ ഷോറിങ് യൂസ്ഡ് വെൻ ഇൻ്റർമീഡിയറ്റ് ബിൽഡിംഗ് ഹാസ് ബീൻ ഡിസ്മാൻറ്റിൽഡ്. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിനെ ഡിസ്മാൻറ്റിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഷോറിങ് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾ എബൌട്ട് 9 മീറ്റർ, 9 മീറ്റർ വരെയാണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫ്ലൈയിങ് ഷോറാണ്. അതുപോലെ തന്നെ 9 മുതൽ 12 മീറ്റർ വരെയാണെങ്കിൽ ഡബിൾ ഫ്ലൈയിങ് ഷോറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡെപ്ത് ഓഫ് ദ ഫ്ലൈയിങ്, ആ ഹൊറിസോണ്ടൽ മെമ്പറിനാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ആ ഫ്ലൈയിങ്ങിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/30 ഇൻറ്റു ക്ലിയർ സ്പാൻ. ഓക്കെ, ക്ലിയർ സ്പാൻ്റെ 1/13 ഇൻറ്റു ക്ലിയർ സ്പാൻ ചെയ്യുമ്പോൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഡെപ്ത് ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെപ്ത് ഓഫ് ഫ്ലൈയിങ് ഷോർ എത്രയാണ്? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/13 ഇൻറ്റു ക്ലിയർ സ്പാൻ. അതുപോലെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/50 ഇൻറ്റു ക്ലിയർ സ്പാൻ. ഓക്കെ, 1/15 ഇൻറ്റു ക്ലിയർ സ്പാൻ ആണ് വിഡ്ത്ത്. ഡെപ്ത് ആണെങ്കിലോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/30 ഇൻറ്റു ക്ലിയർ സ്പാൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത് പറഞ്ഞു ഇൻക്ലിനേഷൻ ഓഫ് ദ സ്ട്രട്ട് എത്രയാണ്? 45 മുതൽ 60 ഡിഗ്രി വരെയാണ്. ഓക്കെ, 45 മുതൽ 60 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഇൻക്ലൈൻഡ് ഷോറിംഗ് പഠിച്ചു, ഹൊറിസോണ്ടൽ ഷോറിംഗ് പഠിച്ചു. ദെൻ അടുത്തതാണ് വെർട്ടിക്കൽ ഷോറിംഗ്. ഓക്കെ, വെർട്ടിക്കൽ ഷോറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഡെഡ് ഷോറിംഗ് എന്ന് പറയുന്നു. ഓക്കെ, വെർട്ടിക്കൽ ഷോറിൻ്റെ മറ്റൊരു പേരാണ് ഡെഡ് ഷോറിംഗ് പറഞ്ഞു. ഡെഡ് ഷോറിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷോറിംഗ് നമ്മൾ ആദ്യം കണ്ടീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനത്തെ കണ്ടീഷൻ? ഇതാണ്. ഓക്കെ, ഇതാണ് ഡബിൾ ഷോറിംഗ്. ഓക്കെ, ഇത് സിംഗിൾ ഷോറിംഗ് ആണ്. ഓക്കെ, ഇത് സിംഗിൾ ഷോറിംഗ് ആണ്. നമ്മൾ പറഞ്ഞു 9 മീറ്റർ വരെയാണെങ്കിൽ നമ്മൾ സിംഗിൾ ഷോറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെ, 9 മീറ്റർ വരെയാണെങ്കിൽ സിംഗിൾ ഫ്ലൈയിങ് ഷോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ 9 മുതൽ 12 മീറ്റർ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്താണ്? ഇതാണ് ഡബിൾ ഫ്ലൈയിങ് ഷോർ. ഓക്കെ, ഇതാണ് ഡബിൾ ഫ്ലൈയിങ് ഷോർ. ഇവിടെ ഇതാണ് ഹൊറിസോണ്ടൽ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. ഈ മെമ്പറും അതാണ് ഡബിൾ ഫ്ലൈയിങ് ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് ഡെഡ് ഷോർ. ഓക്കെ, ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോറിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ഇവിടെ ഇതൊരു റൂഫുണ്ട്. ഈ റൂഫിനെ നമ്മൾ ഈ വാളിലോട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വാളിൽ നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ പൊളിച്ചു മാറ്റണം. അതിനെന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഇത്രയും പോർഷന് ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഈ വാള് ലോഡ് ബിയറിംഗ് വാളാണ്. ഓക്കെ, ലോഡ് ബിയറിംഗ് വാളാണ്. സോ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് നമ്മൾ ഐ സെക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതിനെ നീഡിൽ എന്ന് പറയുന്നു. ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടിന് എന്തോന്ന് പറയുന്നു? നീഡിൽ എന്ന് പറയുന്നു. ദെൻ ആ നീഡിൽ നമ്മൾ ഇവിടെ 2 വെർട്ടിക്കൽ മെമ്പർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഈ 2 വെർട്ടിക്കൽ മെമ്പർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഈ വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡെഡ് ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ. ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് ഡെഡ് ഷോർ എന്ന് പറയുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ നീഡിൽ എന്ന് പറയുന്നു. അത് ഐ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു വാളിൻ്റെ ലോവർ പോർഷൻ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ മുകളിലത്തെ സ്ട്രക്ചറിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ യൂസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞു ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ നീഡിൽ എന്ന് പറയുന്നു. അത് ഐ സെക്ഷൻ ആയിരിക്കും. ദെൻ ഈ ഐ സെക്ഷൻ അല്ലെങ്കിൽ ഈ നീഡിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോട്ടിലേക്ക് വരാം. ഡെഡ് ഷോർ ഓർ വെർട്ടിക്കൽ ഷോർ യൂസ്ഡ് വെൻ ദ ലോവർ പാർട്ട് ഓഫ് ദ വാൾ ഹാസ് ബീൻ ഡിഫക്റ്റീവ്. ആ ഒരു ലോവർ പോർഷൻ വാളിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചാൽ നമുക്കതിനെ റീബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വെർട്ടിക്കൽ ഷോർ അല്ലെങ്കിൽ ഡെഡ് ഷോറാണ് യൂസ് ചെയ്യുന്നത്. ദ ഹൊറിസോണ്ടൽ മെമ്പർ, ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നീഡിൽ എന്ന് പറയുന്നത്. ആർ സപ്പോർട്ടഡ് ബൈ വെർട്ടിക്കൽ മെമ്പർ. ആ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ വെർട്ടിക്കൽ മെമ്പറായ ഡെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർ വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഷോറിങ്ങിൻ്റെ ടൈപ്സ്. ഇത്രയാണ് ആ ഷോറിങ്ങിൻ്റെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഷോറിങ്ങിൽ നമ്മൾ എന്തോന്ന് പഠിച്ചാൽ അതിൻ്റെ ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? റാക്കിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോറിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഷോർ പറഞ്ഞു. ദെൻ ഡെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോറിംഗ് പറഞ്ഞു. ദെൻ ഈ ഷോറിംഗ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ അടുത്ത പോർഷനാണ് അണ്ടർ പൈനിങ്. ഈ ഷോറിംഗ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത്? സൂപ്പർ സ്ട്രക്ചറിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. ഷോറിംഗ് നമ്മൾ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഷോറിംഗ് എന്ന ടെമ്പററി സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി അണ്ടർ പൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? അപ്പോൾ അണ്ടർ പൈനിങ് എന്തായിരിക്കും? അണ്ടർ പൈനിങ് എവിടെയുള്ള സപ്പോർട്ടായിരിക്കും? അപ്പോൾ നമ്മൾ സ്കഫോൾഡിങ് പറഞ്ഞു. സ്കഫോൾഡിങ് വർക്ക് ചെയ്യുന്ന ആളിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളിനും മെറ്റീരിയൽസിനും കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെയാണ് അല്ലെങ്കിൽ ടെമ്പററി സപ്പോർട്ടിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നു. ദെൻ നമ്മൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നമ്മൾ പൊളിക്കുമ്പോൾ
മറ്റ് ബിൽഡിങ്ങിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിന് നമ്മൾ ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, ഷോറിംഗ് എന്ന് പറയുന്നു. ഇനി അങ്ങനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചറിന് സപ്പോർട്ടായി. ഇനി അടുത്തതാണ് സബ് സ്ട്രക്ചറിനുള്ള സപ്പോർട്ടാണ് അണ്ടർ പൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു നേരത്തെ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്ത് വേറൊരു പുതിയൊരു ഫൗണ്ടേഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിലോ നമ്മൾ ഈ ഒരു അണ്ടർ പൈനിങ് എന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു നേരത്തെ സബ് സ്ട്രക്ചറിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫൗണ്ടേഷനിലാണ് നമ്മൾ ഫൗണ്ടേഷന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ പൈനിങ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഫൗണ്ടേഷന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യണം, വേറൊരു പുതിയൊരു ഫൗണ്ടേഷൻ നമുക്കവിടെ പ്ലേസ് ചെയ്യണം. ആ കണ്ടീഷനിൽ നമ്മൾ അണ്ടർ പൈനിങ് എന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മൾ അവിടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ പൈനിങ് എന്ന മെത്തേഡിലൂടെ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫൗണ്ടേഷൻ ആ ഒരു സ്ട്രക്ചർ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, അണ്ടർ പൈനിങ് എന്ന് പറയുന്നത്. അതിന് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അണ്ടർ പൈനിങ്? ദ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഓർ the process of strengthening an existing foundation is known as underpinning. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അണ്ടർ പൈനിങ്ങിൻ്റെ ടൈപ്സ് പഠിക്കാം. ആദ്യത്തെ ടൈപ്സ് ഉണ്ട് പിറ്റ് മെത്തേഡ്. പിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുഴിയല്ലേ, കുഴിയെടുക്കുക, പിറ്റ് മെത്തേഡ്. നമുക്ക് അതിലേക്ക് നോക്കാം. ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ട്, ഇത് വോളാണ്, അതുപോലെ ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഓക്കെ, ഇത് വോളാണ്. ഓക്കെ, ഇവിടെ 3 ഫൂട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ഫൂട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഫൂട്ടിങ്ങിൽ ഈ നടുക്കുള്ള ഈ ഒരു വാള്, ഓക്കെ, ഇതൊരു വാളാണ് കേട്ടോ, ഇതൊരു വാളാണ്, ഇതും വാളാണ്. ഓക്കെ, ഈ നടുക്കുള്ള ഫൂട്ടിങ്ങിലുള്ള വാളിന് ഒരു ക്രാക്ക് സംഭവിച്ചു, അതായത് ഹൊറിസോണ്ടൽ ക്രാക്ക്, അല്ലെങ്കിൽ അത് ഇരുന്ന് പോകും. നമ്മളൊരു വാൾ അല്ലെങ്കിൽ സ്ട്രക്ചർ ഇരുന്ന് പോയെന്ന് പറയൂലേ, അതായത് അതിൻ്റെ ഫൗണ്ടേഷന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ ഈ ഒരു വാള് അങ്ങനെ ഇരുന്ന് പോയി. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷന് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ നമ്മൾ കണക്ട് ചെയ്യും. അതായത് ഈ ഒരു വാളിൽ നമ്മൾ തുറന്നിട്ട്, അതായത് ആ ഒരു വാളിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെ നമ്മളൊരു ഹൊറിസോണ്ടൽ മെമ്പറിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഈ ഒരു വാളിന് മാത്രമായിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു വാളാണ്. ഓക്കെ, ഇതൊരു വാളാണ്. ഇവിടെ ഫൂട്ടിംഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫൂട്ടിംഗ് ഉണ്ട്, ഇതൊരു ഫൂട്ടിംഗ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇടയ്ക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ മെമ്പർ വെച്ചു. ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ നീഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? നീഡിൽ എന്ന് പറയുന്നു. നമുക്കിനി ഞാൻ പറഞ്ഞു, ഈ ഫൗണ്ടേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യണം, അതായത് പുതിയൊരു ഫൗണ്ടേഷൻ നമുക്ക് അവിടെ നിർമ്മിക്കണം. സോ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ലോഡ് ബിയറിംഗ് വോളാണ്. ഈ ലോഡ് ബിയറിംഗ് വോള് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ വച്ചത് കൊണ്ട് മാത്രം നമുക്കിവിടെ ഈ ഒരു ഫൗണ്ടേഷനെ മാറ്റി ഡിസ്മാൻഡിൽ ചെയ്തിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. സോ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിന്, അതായത് ഈ ഒരു വെർട്ടിക്കൽ വോളിൽ നിന്ന് വരുന്ന ലോഡിനെ നമുക്കിവിടെ ഇങ്ങോട്ട് ഈ ഹൊറിസോണ്ടൽ മെമ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ നമ്മൾ കൊടുക്കുന്നു. ഈ രണ്ട് സൈഡിൽ നമ്മൾ വെർട്ടിക്കൽ മെമ്പർ കൊടുക്കുന്നു. ഈ വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നു. ഓക്കെ, എന്തോന്നല്ല, അവിടെ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോളിക് ജാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതിന് ഹൈഡ്രോളിക്കായിട്ട് നമുക്കതിന് പൊക്കാനും താഴ്ത്താനും പറ്റും. അങ്ങനെ നമ്മൾ ഈ നീഡിൽ ഐ സെക്ഷനാണ്. ഈ നീഡിലിനെ നമ്മൾ അടിയിൽ ഈ ഹൈഡ്രോളിക് ജാക്ക് വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് ആ ഹൈഡ്രോളിക് ജാക്കിൽ വെച്ചിട്ട് നമ്മളിതിനെ പൊക്കും. അങ്ങനെ പൊക്കുമ്പോൾ മാത്രമേ ഈ വോളിൽ നിന്ന് വരുന്ന ലോഡ് ഈ ഹൊറിസോണ്ടൽ മെമ്പറായ നീഡിൽ അല്ലെങ്കിൽ ഐ സെക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫൗണ്ടേഷനെ നമുക്കിവിടെ പൊളിച്ചിട്ട് വേറൊരു ഫൗണ്ടേഷൻ വയ്ക്കാം, ന്യൂ ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മെത്തേഡിനാണ് പിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇവിടെയും വേറെ
ഫൗണ്ടേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ഫൗണ്ടേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെയും വേറെ ഫൗണ്ടേഷൻ ഉണ്ട്, ഇവിടെയും വേറെ ഫൗണ്ടേഷൻ ഉണ്ട്, ഇവിടെയും വേറെ ഫൗണ്ടേഷൻ, അങ്ങനെ ഈ ഫൗണ്ടേഷൻ എല്ലാം നമുക്കിങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്ത് വേറൊരു ന്യൂ ഫൗണ്ടേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നടുക്കുള്ള സ്ട്രക്ചറിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിലായിരിക്കും അതിന് കൂടുതൽ ലോഡ് വരുന്നത്. സോ നടുക്കുള്ള സ്ട്രക്ചറിൽ നിന്നായിരിക്കും നമ്മൾ ആദ്യം ഇതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ച് ചെയ്യില്ല. നമുക്ക് ഏത് ഭാഗത്തുള്ള ഫൗണ്ടേഷനാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഭാഗത്തെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യില്ല. ഓരോ ഫൗണ്ടേഷനായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിറ്റ് മെത്തേഡിൽ നമ്മൾ ഓരോ ഫൗണ്ടേഷൻ സെപ്പറേറ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. അതും നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭം, അതായത് ഒന്നിൽ കൂടുതൽ ഫൗണ്ടേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങത്തുള്ളൂ. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് എന്നിട്ട് നമ്മൾ സൈഡിലോട്ടുള്ള ഫൗണ്ടേഷനെ റീപ്ലേസ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഈ നീഡിൽ നമ്മൾ ഇവിടെ ഒരു പുതിയ ഫൗണ്ടേഷനൊക്കെ നമ്മൾ വെച്ചു. ഓക്കെ, ഇവിടെ ഒരു പുതിയ ഫൗണ്ടേഷനൊക്കെ വെച്ചു. ദെൻ ഈ നീഡിൽ നമ്മൾ എങ്ങനെയായിരിക്കും മാറ്റുക? ഈ നീഡിൽ നമ്മൾ ഇങ്ങനെ, പിന്നെ അത് വേറെ വരച്ച് കാണിച്ചു തരാടാ. ഓക്കെ, ഇതൊരു വോളാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു നീഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രോളിക് ജാക്കുണ്ട്. നമ്മൾ അടിയിൽ പുതിയൊരു ഫൗണ്ടേഷനൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. ഇനി ഈ ഒരു നീഡിലിനെ, അതായത് ഈ നീഡിൽ നമുക്ക് മാറ്റണം. ഈ നീഡിലിനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ, ഓക്കെ, നീഡിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വലിക്കുന്നത്. ഇങ്ങനെ വലിക്കും തോറും ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വരും. ഈ ഒരു പോർഷൻ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഈ നീഡിൽ നമ്മളിങ്ങനെ പുറത്തോട്ട് ഈ ഒരു ഡയറക്ഷനിൽ വലിച്ചെടുക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഗ്യാപ്പ് ഫുള്ളും നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫുള്ളും അങ്ങനെ ഒറ്റ സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പിറ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിറ്റ് മെത്തേഡ് എന്താണ്? 1 സെക്ഷൻ ഷുഡ് ബി എക്സ്കവേറ്റഡ് അറ്റ് എ ടൈം. 1 സെക്ഷൻ മാത്രമേ ഒരു സമയം എക്സ്കവേറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫൗണ്ടേഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ടായിരിക്കും സൈഡിലോട്ട് പോകുന്നത്. ഒരു സമയം ഒരു സെക്ഷൻ മാത്രമേ എക്സ്കവേഷൻ ചെയ്യത്തുള്ളൂ. ദെൻ ഇഫ് ദ ലെങ്ത് ഓഫ് ദ വാൾ ഈസ് മോർ, വാളിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ ദ അണ്ടർ പൈനിങ് ഈസ് സ്റ്റാർട്ട് ഫ്രം മിഡിൽ ആൻഡ് എക്സ്റ്റെൻഡ് ടു ദ ബോട്ടം. അങ്ങനെ പറഞ്ഞത്. നമുക്ക് കൂടുതൽ ഫൗണ്ടേഷൻ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാളിൻ്റെ ലെങ്ത് നല്ല കൂടുതലാണെങ്കിൽ ആ വാളിൻ്റെ മിഡിലുള്ള ഫൗണ്ടേഷനിൽ നിന്നായിരിക്കും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് പിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത മെത്തേഡാണ് പൈൽ മെത്തേഡ്. ഓക്കെ, പിറ്റ് മെത്തേഡിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ആദ്യം നമ്മൾ കുഴിച്ചിട്ടാണ്, അതായത് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യും. കുഴിച്ചിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു ന്യൂ ഫൗണ്ടേഷൻ നമ്മളവിടെ കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് പിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ സപ്പോർട്ടിനെ നമ്മൾ എടുത്ത് മാറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് പൈൽ മെത്തേഡ്. പൈൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു വോൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇതൊരു വോളാണ്. ഇവിടെ ദെൻ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഇതൊരു ഫൗണ്ടേഷൻ ആണെന്ന് കരുതുക. ഓക്കെ, ഈ ഫൗണ്ടേഷന് ഡാമേജ് സംഭവിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ലൂസ് സോയിലാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഈ ഒരു ഫൗണ്ടേഷൻ ഇരിക്കുന്നത് ലൂസ് സോയിലാണെന്ന് കരുതിയോ. ലൂസ് സോയിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വോള് ലൂസ് സോയിൽ ആയതുകൊണ്ട് ഇവിടെ ഒരു ക്രാക്ക് സംഭവിച്ചു. ആ ക്രാക്ക് നമുക്ക് മാറ്റിയിട്ട്, ആ ക്രാക്കിനല്ല, സോ നമുക്കതിനെ വേറൊരു ഫൗണ്ടേഷനാണ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യണം. സോ അങ്ങനെ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഈ ഒരു വോളിന് ഈ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് അവിടെ കൊടുക്കും. ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ എന്തെന്ന് പറയുന്നു? പൈൽ ക്യാപ്പ് എന്ന് പറയുന്നു. ഓക്കെ, പൈൽ ക്യാപ്പ് എന്ന് പറയുന്നു. ദെൻ ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ വരും. ഈ വെർട്ടിക്കൽ മെമ്പറിനെയാണ് എന്തോന്ന് പറയുന്നത്? പൈൽ എന്ന് പറയുന്നു. ഈ വെർട്ടിക്കൽ മെമ്പറാണ് പൈൽ. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ പൈൽ ക്യാപ്പ് എന്ന് പറയുന്നു. ഈ വെർട്ടിക്കൽ മെമ്പറിനെ എന്തോന്ന് പറയുന്നു? പൈൽ എന്ന് പറയുന്നു. ഓക്കെ, ഈ പൈൽ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യും. അതായത് പൈൽ നമ്മൾ ഹാർഡ് സ്റ്റാർട്ട് എത്തുന്നവരെ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതാണ് പൈൽ മെത്തേഡ്. പൈൽ മെത്തേഡിൽ എന്താണ്? ഈ പൈൽ മെത്തേഡ് കോമൺ ആയിട്ട് ഈ വാട്ടർ ലോഗ്ഡ് ഏരിയസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ലോഗ്ഡ് ഏരിയസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെ എന്തെന്ന് പറയുന്നു? പൈൽ ക്യാപ്പ് എന്ന് പറയുന്നു. നമ്മൾ എന്നിട്ട് ഈ പൈൽ ക്യാപ്പിൽ പൈൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഈ വെർട്ടിക്കൽ മെമ്പറിനാണ് പൈൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ വോളിൽ നിന്ന് വരുന്ന ലോഡിനെ ഈ പൈൽ ക്യാപ്പ് വഴി പൈലിൽ കൂടെ സോയിലോട്ട് ട്രാൻസ്ഫർ ആവും. എങ്ങനെയാണ്? വോളിൽ നിന്ന് വരുന്ന ലോഡ് പൈൽ ക്യാപ്പ് വഴി പൈലിൽ കൂടെ ലോഡ് സോയിലോട്ട് പോകും. ആ ഒരു ഹാർഡ് സോയിലോട്ട് പോകും. അതാണ് ഈ പൈൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം മെയിൻലി യൂസ്ഡ് ഇൻ വാട്ടർ ലോക്ഡ് ഏരിയ ഓർ ക്ലേയി സോയിൽ. ഈ വാട്ടർ ലോക്ഡ് ഏരിയസിലൊക്കെയാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് പൈൽ മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ദ ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ പൈൽ ക്യാപ്പ്. ലോഡ് മുകളിൽ നിന്നുള്ള ലോഡ് ആദ്യം പൈൽ ക്യാപ്പിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അടുത്താണ് പൈലിലോട്ട് പോകുന്നത്. പൈൽ ക്യാപ്പിൽ നിന്നാണ് പൈലിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അത്രയാണ് പൈൽ മെത്തേഡ് ഉള്ളത്. ദെൻ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് മിസ്സലേനിയസ് മെത്തേഡ് പഠിക്കാനുണ്ട്. അതിലാദ്യത്തേതാണ്ട ഈ മിസ്സലേനിയസ് മെത്തേഡാണ് അടുത്ത് നോക്കുന്നത്. അതിലാദ്യത്താണ് സിമെൻറ്റ് ഗ്രൗട്ടിങ്. സിമെൻറ്റ് ഗ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് അല്ലേ. കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഈ ഓടയിൽ കോൺക്രീറ്റ് സ്ലാബ് ഇടാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കോൺക്രീറ്റ് സ്ലാബ് അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് സ്ലാബ്, ഓക്കെ, ഇതൊരു കോൺക്രീറ്റ് സ്ലാബാണെന്ന് കരുതുക. ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബാണ്. സോ ഇതെന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ലോഡ് മൂലം, ഓക്കെ, ഇവിടെ മുകളിൽ നിന്ന് വരുന്ന ലോഡ് മൂലം ഈ കോൺക്രീറ്റ് സ്ലാബ് അങ്ങനെ ഇരുന്ന് പോകുന്നു. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്നും ഈ സ്ലാബ് ഇങ്ങനെ ആകുന്നു. ഓക്കെ, ഈ ഒരു മുകളിലുള്ള ലോഡ് കാരണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. ഈ ഒരു സ്ലാബിൽ നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് സിമെൻറ്റ് ഗ്രൗട്ട് നമ്മൾ ഹൈ പ്രഷറിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കും. ഈ സ്ലാബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോൾ ഉണ്ടാക്കുന്നു. ഈ ഹോളിൽ കൂടെ നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് ഹൈ പ്രഷറിലൂടെ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ എന്ത് ചെയ്യും, ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഈ സ്ലാബ് അങ്ങനെ ഇരുന്ന് പോയത്? ഒരു ലൂസ് സോയിലോ അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ പോർഷൻ ആയതുകൊണ്ടായിരിക്കണം അവിടെ ആ സ്ലാബ് ഇരുന്ന് പോയതല്ലേ. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സ്ലാബിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുവഴി സിമെൻറ്റ് ഗ്രൗട്ട് നമ്മൾ ഹൈ പ്രഷറിൽ നമ്മൾ അതിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ ഈ ഒരു സിമെൻറ്റ് ഗ്രൗട്ടിങ് നിറഞ്ഞ് സോൾഡായിട്ട് ഈ സ്ലാബ് എന്ത് ചെയ്യും, പൊങ്ങി വരും. ഓക്കെ, ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഇവിടെ കിടന്ന് ഡെൻസ് ആവുന്നു. ഈ സിമെൻറ്റ് ഗ്രൗട്ട് അവിടെ കിടന്ന് ഡെൻസായി ഈ സ്ലാബ് ഇങ്ങനെ പൊങ്ങി വരുന്നു. ഓക്കെ, ഇതാണ് സിമെൻറ്റ് ഗ്രൗട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടു റീസ്റ്റോർ സ്ലാബ് ഓർ പേവ്മെൻറ്റ് ഹോൾസ് ആർ മെയ്ഡ് ആൻഡ് ദ ഗ്രൗട്ട് ഈസ് ഫിൽഡ് അറ്റ് ഹൈ പ്രഷർ. ഗ്രൗട്ടിന് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു സോഫ്റ്റ് സോയിൽ, അതായത് ലൂസ് സോയിൽ മാറി ഇവിടെ ഒരു ഹാർഡ് സ്ട്രാറ്റ വരികയാണല്ലേ. ഈ ഹാർഡ് സ്ട്രാറ്റ, അതായത് സിമെൻറ്റ് ഗ്രൗട്ട് അവിടെ ഒരു ഹാർഡ് സ്ട്രാറ്റ പോലെ ആക്ട് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോഡ്, ഓക്കെ, കുറേ അങ്ങനെ ഫില്ലായി വന്നതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ആ ഒരു സിമെൻറ്റ് ഗ്രൗട്ടിങ് ഒരു ലോഡ് കൊടുക്കും, ഒരു പുഷ് കൊടുക്കും. ഓക്കെ, ആ ഒരു പുഷ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്ലാബ് പഴയതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇതാണ് ഈ സിമെൻറ്റ് ഗ്രൗട്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്, സിമെൻറ്റ് ഗ്രൗട്ടിങ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് കെമിക്കൽ കൺസോളിഡേഷൻ. കെമിക്കൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു ഫൂട്ടിംഗ് ആണെന്ന് കരുതുക. ഓക്കെ, ഇതൊരു ഫൂട്ടിംഗ് ആണ്. ഈ ഫൂട്ടിങ്ങിൻ്റെ അടിയിലോട്ട് നമ്മൾ ഒരു പൈപ്പിനെ നമ്മൾ ഡ്രിവൺ ചെയ്ത് വെക്കും. ഈ ഫൂട്ടിങ്ങിൻ്റെ അടിയിലോട്ട് നമ്മളൊരു പൈപ്പിനെ ഡ്രിവൺ ചെയ്ത് വെക്കും. ദെൻ ഈ പൈപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സോഡിയം സിലിക്കേറ്റും വാട്ടറും നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് വിടും. ഈ പൈപ്പിൽ കൂടെ നമ്മൾ സോഡിയം സിലിക്കേറ്റ് ഈ പൈപ്പിൽ കൂടെ നമ്മൾ സോഡിയം സിലിക്കേറ്റും വാട്ടറും നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. സോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ടൈമിൽ മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. ആദ്യം നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കി പൈപ്പ് ഡ്രിവൺ ചെയ്ത് വെച്ചു. എന്നിട്ട് പൈപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, സോഡിയം സിലിക്കേറ്റ് വാട്ടർ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുന്നു, അടുത്ത് ഈ പൈപ്പിനെ നമ്മൾ ഊരിയെടുക്കുന്നതോടൊപ്പം നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ അങ്ങനെ ആ മഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സോഡിയം സിലിക്കേറ്റ് വാട്ടറൊക്കെ ആയിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ആ സോയിലിനെ അവിടെ ആ സോയിൽ അവിടെ കൺസോൾഡ് ആവും. അതാണ് എന്തോന്ന് പറയുന്നത്, കെമിക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻക്ലൈൻഡ് പൈപ്പ് ഈസ് ഡ്രിവൺ അണ്ടർ ദ ഫൂട്ടിങ്ങിൻ്റെ അടിയിൽ നമ്മളൊരു ഇൻക്ലൈൻഡ് പൈപ്പിൽ നമ്മൾ ഡ്രിവൺ ചെയ്ത് വെക്കും. ദെൻ എന്ത് ചെയ്യും, എന്നിട്ട് സോഡിയം സിലിക്കേറ്റ് ആൻഡ് വാട്ടറിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ദെൻ മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് ആഡഡ് വെൻ ദ പൈപ്പ് ഈസ് വിത്ത്ഡ്രോൺ. ആ പൈപ്പ് നമ്മൾ പുറത്തേക്ക് വലിച്ചൂരി എടുക്കുന്നതിനോടൊപ്പം നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ദീസ് കെമിക്കൽസ് ടു റിയാക്ട് ആൻഡ് കൺസോളിഡേറ്റ് ദ സോയിൽ. ആ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ആ ഒരു സോയിലിനെ അവിടെ കൺസോളിഡേറ്റ് സംഭവിക്കും. അങ്ങനെയാണ് ആ കെമിക്കൽ കൺസോളിഡേഷൻ എന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഫ്രീസിങ്. ഓക്കെ, ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീസിങ് പൈപ്പ്, അതായത് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ്റെ വാട്ടർ ടേബിൾ, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ അടിയിൽ വാട്ടർ ടേബിൾ കാരണം ആ ഫൗണ്ടേഷൻ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചെന്ന് വെച്ചോ. സോ ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടേബിൾ ഉണ്ട്, വാട്ടർ ഉണ്ട് അവിടെ. ഈ വാട്ടറിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാർഡ് സ്ട്രാറ്റ ഫോം ചെയ്യും.
അങ്ങനെ നമുക്ക് ഈ ഫൗണ്ടേഷന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ഇപ്പം ഇതൊരു ഫൗണ്ടേഷൻ, ഈ ഒരു ഫൗണ്ടേഷന് അടിയിലൊരു വാട്ടർ ബോഡി ഉണ്ടെന്ന് വെച്ചോ. ഈ വാട്ടർ ടേബിളിന് ഫ്രീസ് ചെയ്ത് ഐസ് ആക്കുമല്ലോ. നമ്മൾ സാധാരണ ഫ്രീസ് ചെയ്ത് ഐസ് ആക്കും. ആ ഐസ് നമ്മൾ അങ്ങനെ കട്ടിയാക്കുമ്പോൾ അതൊരു ഹാർഡ് സ്റ്റാറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഫ്രീസിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഫ്രീസിങ് ചെയ്യണമെങ്കിൽ അത്രയും അത് എക്സ്പെൻസീവ് ആണ്. സോ നമ്മളത് ഈ മെത്തേഡ് നമ്മളങ്ങനെ പൊതുവായിട്ട് യൂസ് ചെയ്യാറില്ല. ഫ്രീസിങ് എന്ന മെത്തേഡ് നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം എ ഫ്രീസിങ് പൈപ്പ് ഈസ് ഇൻസേർട്ട് ബിലോ ആൻഡ് എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഫൗണ്ടേഷന് അടിയിൽ നമ്മളൊരു ഫ്രീസിങ് പൈപ്പ് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആ സോയിലിന് അവിടെയുള്ള വാട്ടറിന് നമ്മൾ ഈ ഫ്രീസ് ചെയ്യും. സച്ച് ദാറ്റ് ദ സോയിൽ ആൻഡ് വാട്ടർ ആർ ഫ്രീസ്ഡ്. ആ വാട്ടറിന് നമ്മൾ അവിടെ നിന്ന് ഫ്രീസ് ചെയ്യും. സോ ഇത് എക്സ്പെൻസീവ് മെത്തേഡാണ്. സോ നമ്മളത് കോമൺ ആയിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ദെൻ അടുത്ത മെത്തേഡാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈബ്രേഷൻ മൂലം ആ ഒരു സോയിലിനെ ഡെൻസ് ആക്കും. വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് അവിടുത്തെ ആ ഒരു ലൂസ് സോയിലിനെ നമ്മൾ ഡെൻസ് ആക്കുക. അതായത് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ലൂസ് സോയിലിൻ്റെ ആ വോയിഡ്സ് ഒക്കെ ഫില്ലായിട്ട് ആ സോയിൽ അവിടെ ഡെൻസ് ആവും. അതാണ് ഈ വൈബ്രോ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.